രാജു പി നായർ, നമ്മളതിൻ്റെ സാമ്പിൾ കണ്ടത് ബീഹാറിലാണ്. ബീഹാറിൽ ജാതി സെൻസസിൻ്റെ ആദ്യഘട്ട വിവരങ്ങൾ മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. അതിനുശേഷം ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നുണ്ടായിരുന്നു. ആദ്യഘട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾ കൂടി ചേരുമ്പോൾ 63% ബീഹാറിൻ്റെ ജനസംഖ്യ. എത്രയാണ് 63%? എന്നാൽ പ്രാതിനിധ്യം നോക്കിയാലോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നീതീകരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റത്തെ എന്നാൽ പുറത്തു വന്ന കണക്കുകൾ വളരെ കുറച്ച് ഫിഗേഴ്സ് മാത്രം നോക്കിയാൽ പോലും മാരകമായ അന്തരമാണുള്ളത്. ബീഹാറിലെ മാത്രം ആദ്യഘട്ടം മാത്രം. രാജ്യം മൊത്തം അങ്ങനെ കണക്കെടുപ്പ് നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന പിന്നാക്ക വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അവൻ്റെ വിഭവങ്ങളുടെയും കണക്ക് നോക്കുകയാണെങ്കിൽ അത് താങ്ങാവതാവില്ല. അതിന് ഏത് രീതിയിലും ചെറുക്കാൻ BJP സംഘപരിവാർ ശ്രമിക്കുന്നത് ഒരു തർക്കവുമില്ല. രാജു പി നായർ, അതിന് ഇനി പഴയ ജാതിബദ്ധ ശ്രേണി വ്യവസ്ഥ വേണം എന്നതോ അതിലപ്പുറമോ മനുസ്മൃതി വേണോ ഒന്നുപോലും പാചകജന്യം എഴുതും. രാജു പി നായർ. അല്ല, അത് തന്നെയാണ് ഹാഷ്മി പ്രശ്നം. അധികാരം തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അത് 150 വർഷങ്ങൾക്ക് മുമ്പുള്ള ശ്രേണീകൃത ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചാണെങ്കിലും ഇന്നത്തെ ആണെങ്കിലും പ്രശ്നം അത് തന്നെയാണ്. ആ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഭയം തന്നെയാണ്. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ ജാതി സെൻസസ് പറയുമ്പോഴത്തേക്ക് ജാതിയെ വിഭജിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണത് ജാതീയമായിട്ടുള്ള വിഭജനമായി മാറുന്നത്? ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർക്ക്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്ക് ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ അവകാശം വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിഭാഗീയതയായി മാറും? ആ അവകാശം സ്ഥാപിച്ചു കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ വേണം. എങ്ങനെയാ നമ്മുടെ രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷമുള്ള ബജറ്റ് ഉൾപ്പെടെ മുതലുള്ള നമ്മുടെ പദ്ധതികൾ ഉൾപ്പെടെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമുക്ക് SCPകളുണ്ട്, സ്പെഷ്യൽ കോമ്പണൻറ്റ് പ്ലാൻസ് ഉണ്ട്. ആ സ്പെഷ്യൽ കോമ്പണൻറ്റ് പ്ലാൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തുള്ള ഏകദേശം 10% താഴെ മാത്രം വരുന്ന സവർണ ഹിന്ദുക്കളുടെ താല്പര്യപ്രകാരം ഈ രാജ്യത്തുള്ള വിഭവങ്ങൾ വിഭജിച്ചാൽ അത് അവരോട് ചെയ്യുന്ന ബാക്കി വരുന്ന ഏകദേശം 73% വരുന്ന SC ST OBC ഉൾപ്പെടെയുള്ള മറ്റു വിഭാഗങ്ങൾ, അതുപോലെ തന്നെ മുന്നോക്ക വിഭാഗങ്ങളും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുമുണ്ട്, അവരോട് ചെയ്യുന്ന അനീതിയല്ലേ? ഈ അനീതി ഇല്ലാതെയാക്കപ്പെടണം എന്ന് പറയുന്നത് എങ്ങനെയാണ് വിഭാഗീയതയാവുന്നത്? എന്തുകൊണ്ടാണ് ജാതി പറഞ്ഞാൽ അല്ലെങ്കിൽ ജാതി പറയാതിരുന്നാൽ ജാതി ഇല്ലാതെയാവുന്നുള്ള തെറ്റായ ധാരണയിലാണ് ഇവർ മുഴുവൻ നിൽക്കുന്നത്. ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ ജാതി പറയാതിരുന്നാൽ ജാതി ഇല്ലാതെയാവില്ല. അങ്ങനെ ജാതി ഇല്ലാതെ പറയാതിരുന്നാൽ ജാതി ഇല്ലാതെ ആവണമെങ്കിൽ ഇന്ത്യയിൽ എന്നേ ജാതി ഇല്ലാതെ ആവണമായിരുന്നു. ഇന്നും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് IAS കിട്ടിയാൽ ഡോക്ടറായാൽ നമുക്ക് വാർത്തയാണ് ഹാഷ്മി, ഇല്ലേ? എങ്ങനെയാ നമ്മുടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഇന്ന് ഡോക്ടറായാൽ അല്ലെങ്കിൽ IAS കിട്ടിയാൽ എങ്ങനെയാ അത് വാർത്തയാകുന്നത്? അത് വാർത്തയാകുന്നതിന്റെ കാര്യം അത്രമാത്രം പിന്നോക്ക അവസ്ഥയിൽ നിന്നാണ് അവർ വരുന്നത് എന്നുള്ളതാണ്. ആ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം, അതല്ലേ നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പദ്ധതികൾ വിഭജിക്കുമ്പോൾ, വിഭവങ്ങൾ വിഭജിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് വേണം. ആ കണക്കാണ് പറയുന്നത്. ആ കണക്ക് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഗാന്ധിജി പറഞ്ഞ ജാതി ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഗാന്ധിജി പറഞ്ഞ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പരിഗണന? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പരിഗണന എന്താണെന്ന് വെച്ചപ്പോൾ ഇന്നത്തെ നരേന്ദ്രമോദി ആണെങ്കിൽ ഞങ്ങൾ 15 ട്രില്യൺ എക്കോണമിയായി മാറും എന്ന് പറയുമായിരുന്നു. പക്ഷെ മഹാത്മാഗാന്ധി പറഞ്ഞത് ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊപ്പണം, അതാണ് ഇന്ത്യയുടെ പ്രഥമ പരിഗണന. ആ പരിഗണനയാണ് ഞങ്ങളുടെ പരിഗണന. അതല്ലാതെ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ ജാതി ഇല്ലാതെയാവുമെന്നുള്ള മിഥ്യാധാരണയല്ല. ജാതി ഇല്ലാതെയാവണമെങ്കിൽ ആ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഈ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളിൽ, ഈ രാജ്യത്തെ വിഭവങ്ങളിൽ അർഹതയില്ലാതെ വരുന്ന മനുഷ്യർക്ക് അവകാശം നൽകി അവരെ മുഖ്യധാരയിലെത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സംവരണം നടപ്പാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് മഹാത്മാഗാന്ധിയുടെ നയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സംവരണം നടപ്പാക്കിയത്? ആ സംവരണം നടപ്പാക്കിയപ്പോഴും ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത്? ഇക്വാലിറ്റി അല്ല നമ്മുടെ അടിസ്ഥാന തത്വം. നമ്മുടെ അടിസ്ഥാന തത്വം ഇക്വിറ്റിയാണ്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് നടത്തുന്ന ശ്രമം ഈ ജാതീയ വ്യവസ്ഥയെ നിങ്ങൾ ശ്രമിക്കണം. ആ ജാതീയ സെൻസസിനെയും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കുമുള്ള ആവശ്യത്തെ അട്ടിമറിക്കാനാണ്. ഇക്വിറ്റിയാണ് വേണ്ടത്, ഇക്വിറ്റി. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗക്കാർക്കും പ്രത്യേകമായ പരിഗണന നൽകിയത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ?
ഞാൻ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ആ ഇക്വിറ്റിയാണ്, സാമൂഹിക നീതിയാണ്. ആ സാമൂഹിക നീതി നടപ്പാക്കണമെങ്കിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് വെൽത്ത് നമുക്ക് സാധ്യമാക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ എക്സ്റേ ഉണ്ടാവണം. ആ എക്സ്റേ നടപ്പാക്കുന്നത് ജാതി സെൻസസ് ആണ്. ആ ജാതി സെൻസസിൽ ഓരോ വിഭാഗത്തിനും ഇത്ര പേരുണ്ട്, അവരുടെ ഇന്നത്തെ അവസ്ഥ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ റീഡിസ്ട്രിബ്യൂഷൻ നടക്കണം. നിങ്ങൾ വലിയ കാര്യത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ദുർവ്യാഖ്യാനം ചെയ്ത് ഈ രാജ്യത്തുള്ള ജനങ്ങളോട്, സവർണ ഹിന്ദുക്കളുടെ കെട്ടുതാലി അഴിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, റീഡിസ്ട്രിബ്യൂഷൻ. ആ റീഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യയിൽ നടക്കണം. അത് ഇന്നത്തെ നാടിന്റെ ആവശ്യമാണ്, ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമാണ്. അത് നടക്കാൻ പാടില്ല. മറിച്ച് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ സവർണ ഹിന്ദുക്കളുടെ കയ്യിൽ മാത്രം അധികാരം നിൽക്കണം. അതിവിടുത്തെ ദളിതനും ന്യൂനപക്ഷനും കൊടുക്കരുത് എന്നുള്ള ആ അധികാരത്തിന്റെ ആ തർക്കമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജാതി സെൻസസിനെ ഇവർക്ക് എതിർക്കാൻ പറ്റാത്തപ്പോൾ പോലും ജാതി സെൻസസ് നടപ്പാക്കാൻ പറ്റാതിരിക്കുന്നത്. ഞാനൊരു രാഷ്ട്രീയമായ ചോദ്യം ചോദിക്കട്ടെ. നിതീഷ് കുമാർ ഉണ്ടല്ലോ, ഇന്ന് ഈ സർക്കാരിനെ താങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദി പരാന്നമോചിയായ പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ ചുമലിൽ താങ്ങിയല്ലേ? ശ്രീ രാഹുൽ ഞാൻ പറയട്ടെ, അതിനുശേഷം അങ്ങേക്ക് പറയാലോ. ആ നിതീഷ് കുമാറിന്റെ ചുമലിൽ താങ്ങിയല്ലേ നിൽക്കുന്നത്? ആ ചുമലിൽ താങ്ങി നിൽക്കുന്ന നിതീഷ് കുമാറാണ് ബീഹാറിൽ ജാതി സെൻസസ് നടപ്പാക്കിയത്. ഇന്ന് രാജ്യത്തിന് മുഴുവൻ മാതൃകയായി, അല്ലെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ജാതി സെൻസസ് നടപ്പാക്കിയ നിതീഷ് കുമാർ താങ്ങി നിൽക്കുന്ന നരേന്ദ്രമോദിയാണ്. എന്തുകൊണ്ട് ഈ ഗവൺമെന്റിന് പറയാൻ കഴിയുന്നില്ല ജാതി സെൻസസ് നടപ്പാക്കണം ഒന്നുകിൽ, അതല്ലെങ്കിൽ ജാതി സെൻസസ് നടപ്പാക്കാൻ പാടില്ല? ഇല്ല, കോടതിയിൽ പോയത് പ്രാക്ടിക്കൽ അല്ലെന്ന് പറഞ്ഞു. ബി ജെ പി നടപ്പാക്കണമെന്ന് നടത്തണമെന്ന് ഉറച്ചു പറയുന്നില്ലെങ്കിലും കോടതിയിൽ പോയത് പ്രാക്ടിക്കൽ അല്ലെന്ന് പറഞ്ഞു. ഞാൻ രാഹുൽ ഈശ്വറിലേക്കാണ്